നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന പല സാധനങ്ങളും യഥാർത്ഥത്തിൽ യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്തതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ സാധാരണയായി കാണുന്ന ടെക്നോളജികൾ, ഫോൺ, അടുക്കള ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ ഇവയിൽ പലതും ആദ്യം സൈനിക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചതാണ്. യുദ്ധങ്ങൾ മനുഷ്യർക്ക് വലിയ നാശം വിതച്ചെങ്കിലും അതിനിടെ വികസിച്ച ചില സാങ്കേതിക വിദ്യകൾ പിന്നീട് നമ്മുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമാക്കി. ഇന്ന് നമ്മൾ വിശദമായി കാണാൻ പോകുന്നത് നമ്മുടെ ദിനചര്യയിൽ ചേർന്നു പോയ 7 സൈനിക വികസനങ്ങൾ. ഡക്ട് ടേപ്പ് ഇന്ന് റിപ്പയർ, പാക്കേജിംഗ്, DIY എല്ലായിടത്തും ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് ആദ്യം വേൾഡ് വാർ II സമയത്ത് സൈന്യത്തിനായി നിർമ്മിച്ചതാണ്. വെടിയുണ്ടകളുടെ ബോക്സുകൾ വെള്ളം കയറാതെ സൂക്ഷിക്കാൻ വാട്ടർ പ്രൂഫ് ടേപ്പ് ആവശ്യമുണ്ടായിരുന്നു. സൈന്യം ശക്തവും ഡ്യൂറബിൾ ആയ ടേപ്പ് ആവശ്യപ്പെട്ടു. അങ്ങനെ ക്ലോത്ത് ബാക്ഡ് വാട്ടർ പ്രൂഫ് അഡ്ഹീസീവ് ടേപ്പ് രൂപം കൊണ്ടു. സൈനികർ ഇത് അടിയന്തര റിപ്പയറുകൾക്കായി ഉപയോഗിച്ചു. വാഹനങ്ങൾ ശരിയാക്കാൻ, ഉപകരണങ്ങൾ ഫിക്സ് ചെയ്യാൻ ഇത് വളരെ ഉപകാരപ്പെട്ടു. യുദ്ധത്തിന് ശേഷം ഇത് പൊതുജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് വീടുകളിൽ ഡക്ട് ടേപ്പ് ഒരു സാധാരണ ടൂളായി മാറി. സൂപ്പർ ഗ്ലൂ, ആയുധ ഗവേഷണത്തിൽ നിന്നുള്ള കണ്ടുപിടുത്തം. സൂപ്പർ ഗ്ലൂ ഒരു ശക്തമായ അഡ്ഹീസീവ് ആണ്. പക്ഷേ ഇത് ആദ്യമായി ആയുധ നിർമ്മാണത്തിനിടെ കണ്ടെത്തിയതാണ്. സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് ഗൺ സൈറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച രാസവസ്തു വളരെ ശക്തമായി ഒട്ടുന്നതായി കണ്ടെത്തി. ആദ്യത്തിൽ ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയതിനാൽ ഉപേക്ഷിച്ചു. പിന്നീട് വീണ്ടും പരിശോധിച്ചപ്പോൾ അതിന്റെ പ്രയോജനം മനസ്സിലാക്കി. വളരെ വേഗത്തിൽ ഒട്ടിക്കുകയും ശക്തമായി പിടിക്കുകയും ചെയ്തു. വിയറ്റ്നാം വാർ സമയത്ത് സൈനികർ അടിയന്തരമായി മുറിവുകൾ അടയ്ക്കാൻ പോലും ഇത് ഉപയോഗിച്ചു. ഇന്ന് നിങ്ങൾ ബ്രോക്കൺ പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സൂപ്പർ ഗ്ലൂ സൈനിക ഗവേഷണത്തിന്റെ ഫലമാണ്. കാൻഡ് ഫുഡ്, ദീർഘകാല സൈനിക ഭക്ഷണം. യുദ്ധകാലത്ത് സൈനികർക്ക് ദീർഘകാലം കേടാകാതെ ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നു. അതിനായി ഭക്ഷണം ടിന്നിൽ സീൽ ചെയ്ത് സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. ഈ രീതിയിൽ ബാക്ടീരിയ പ്രവേശിക്കാതെ ഭക്ഷണം മാസങ്ങളോളം സൂക്ഷിക്കാൻ സാധിച്ചു. സൈനികർക്ക് യാത്രയിൽ ഇത് വളരെ സഹായകമായി. പിന്നീട് ഇത് പൊതുജനങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു. ഷിപ്സ്, എക്സ്പെഡിഷൻസ്, ഡിസാസ്റ്റർ റിലീഫ് എല്ലായിടത്തും കാൻഡ് ഫുഡ് ഉപയോഗിച്ചു. ഇന്ന് കാൻഡ് ഫിഷ്, സൂപ്പ്, ബീൻസ്, ജ്യൂസ് എല്ലാം ഈ സൈനിക വികസനത്തിന്റെ പരിണാമം. ടീഷർട്ട്, സൈനിക അണ്ടർഷർട്ട് മുതൽ ലോക ഫാഷൻ വരെ. ഇന്ന് ലോകത്തെ ഏറ്റവും സാധാരണ വസ്ത്രം ടീഷർട്ട് ആണ്. എന്നാൽ ഇത് ആദ്യം സൈനികരുടെ അണ്ടർഷർട്ട് ആയിരുന്നു. 1900കളുടെ തുടക്കത്തിൽ US നേവി സൈനികർ ലൈറ്റ് വെയ്റ്റ് കോട്ടൺ അണ്ടർഷർട്ട് ധരിക്കുകയായിരുന്നു. ഇത് ചൂടുള്ള കാലാവസ്ഥയിൽ വളരെ സൗകര്യപ്രദമായിരുന്നു. പിന്നീട് സൈനികർ ഇത് പുറത്തും ധരിക്കാൻ തുടങ്ങി. ഇത് വളരെ കംഫർട്ടബിൾ ആയതിനാൽ സാധാരണ ജനങ്ങൾക്കും ഇഷ്ടമായി. ഹോളിവുഡ് സിനിമകളിൽ സൈനിക ടീഷർട്ട് ധരിച്ചെത്തിയതോടെ ഇത് ഫാഷനായി മാറി. ഇന്ന് ലോകമെമ്പാടും എല്ലാവരും ധരിക്കുന്ന ടീഷർട്ട് സൈനിക യൂണിഫോമിന്റെ പരിണാമം. മൈക്രോവേവ് അവൻ കണ്ടുപിടുത്തം യുദ്ധകാല റഡാർ ഗവേഷണത്തിൽ നിന്നാണ്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് റഡാർ ടെക്നോളജി വികസിപ്പിക്കുമ്പോൾ ഒരു എഞ്ചിനീയർ തന്റെ പോക്കറ്റിലെ ചോക്ലേറ്റ് ഉരുകുന്നത് ശ്രദ്ധിച്ചു. റഡാർ ഉപകരണത്തിൽ നിന്നുള്ള മൈക്രോവേവ് കിരണങ്ങൾ ഭക്ഷണം ചൂടാക്കാൻ കഴിയുമെന്ന് പിന്നീട് മനസ്സിലായി. ഇത് പിന്നീട് പരീക്ഷണമായി പോപ്കോൺ ചൂടാക്കി. അതും വിജയിച്ചു. ഇങ്ങനെ മൈക്രോവേവ് കുക്കിംഗ് ടെക്നോളജി രൂപം കൊണ്ടു. ആദ്യകാല മൈക്രോവേവ് അവൻസ് വളരെ വലിയതും വിലയേറിയതുമായിരുന്നു. പിന്നീട് ചെറിയതും അഫോർഡബിൾ ആയതുമാക്കി വികസിപ്പിച്ചു. ഇന്ന് നിങ്ങൾ സെക്കൻഡ്സിനുള്ളിൽ ഭക്ഷണം ചൂടാക്കുന്നു, ഫ്രോസൺ ഫുഡ് തയ്യാറാക്കുന്നു. ഇത് യുദ്ധകാല റഡാർ ടെക്നോളജിയുടെ ഫലമാണ്. ഇന്റർനെറ്റ്, യുദ്ധഭീഷണിയിൽ ജനിച്ച നെറ്റ്വർക്ക് ഇന്ന് ലോകം മുഴുവൻ ഇന്റർനെറ്റിൽ ആശ്രയിക്കുന്നു. പക്ഷേ ഇതിന്റെ തുടക്കം കോൾഡ് വാർ കാലത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു പ്രോജക്റ്റിൽ നിന്നാണ്. ഒരു ആണവാക്രമണം നടന്നാൽ, ഒരു കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നശിച്ചാൽ മുഴുവൻ നെറ്റ്വർക്ക് തകരാതിരിക്കണമെന്നായിരുന്നു ലക്ഷ്യം. അതിനായി ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് വികസിപ്പിച്ചു. ഈ പ്രോജക്റ്റ് ARPANET എന്ന പേരിൽ ആരംഭിച്ചു. വിവിധ കമ്പ്യൂട്ടറുകൾ തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്ന സംവിധാനം രൂപം കൊണ്ടു. പിന്നീട് ഇത് വളർന്ന് ഇന്നത്തെ ഇന്റർനെറ്റായി മാറി. ഇന്ന് നിങ്ങൾ യൂട്യൂബ് കാണുന്നു, വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നു, ഓൺലൈൻ ബാങ്കിംഗ് ചെയ്യുന്നു, ഇമെയിൽ അയക്കുന്നു. ഇവയെല്ലാം യുദ്ധത്തിനായി രൂപം കൊണ്ട നെറ്റ്വർക്കിന്റെ പരിണാമം. GPS, ലോകം വഴികാട്ടിയ സൈനിക സിസ്റ്റം. നിങ്ങൾ ഗൂഗിൾ മാപ്സ് തുറന്നൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ആശ്രയിക്കുന്നത് GPS ആണ്. ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം ആദ്യം വികസിപ്പിച്ചത് അമേരിക്കൻ സൈന്യം 1970കളിൽ. യുദ്ധകാലത്ത് മിസൈലുകൾ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാൻ, യുദ്ധവിമാനങ്ങൾ ശരിയായ സ്ഥലത്തെത്തിക്കാൻ, സൈനികർക്ക് ദിശ കണ്ടെത്താൻ GPS നിർണായകമായി. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന നിരവധി സാറ്റലൈറ്റുകൾ നിങ്ങളുടെ ഫോണിലേക്ക് സിഗ്നൽ അയക്കുന്നു. ഈ സിഗ്നലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നു. ആദ്യകാലത്ത് GPS സൈന്യത്തിന് മാത്രം പരിമിതമായിരുന്നു. പിന്നീട് 1980കളിൽ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. ഇന്ന് ടാക്സി സർവീസുകൾ, ഫുഡ് ഡെലിവറി, ഷിപ്പിംഗ് കമ്പനികൾ, വിമാന സർവീസുകൾ എല്ലാം GPS ഉപയോഗിക്കുന്നു. നിങ്ങളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ വഴി ചോദിക്കേണ്ടതില്ല. GPS നിങ്ങളുടെ കയ്യിൽ തന്നെ വഴികാട്ടിയാകുന്നു.